അവര് പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് പാർക്കിലൊന്ന് പോണെന്ന് പറഞ്ഞു. പ്രിയൻചേട്ടനും കൂടി ഒന്ന് വരുമോ? ഇതൊക്കെ ചോദിക്കാനുണ്ടോ? നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം, നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് കുറച്ച് ക്ഷീണമുള്ളതുകൊണ്ടാ പ്രിയൻചേട്ടനെ കാണാൻ പറ്റാത്തത്. അതിനെക്കുറിച്ച് പ്രിയൻചേട്ടന് വിഷമമൊന്നും തോന്നരുത്. നീ എന്നെ വിളിച്ചല്ലോ, ഇപ്പൊ തന്നെ എന്റെ എല്ലാ വിഷമവും മാറി. എന്ന് ഞാൻ വെക്കട്ടെ, ബാക്കി നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. ഇത്ര പെട്ടെന്ന് വയ്ക്കല്ലേ, കുറേ ദിവസത്തിന് ശേഷമല്ലേ നീ എന്നോട് സംസാരിക്കുന്നത്. ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ നിനക്ക് തോന്നുന്നില്ലേ? അച്ഛനമ്മയും ഇവിടെ തന്നെ ഉണ്ട്. അവരെങ്ങാനും കേട്ടാ ആകെ പ്രശ്നമാവും. നമുക്ക് നാളെ സംസാരിച്ചാ പോരെ? ശരി, ഞാൻ വെക്കാം. വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനായത് മിച്ചം. നാളെ അവളെ കാണുമ്പോ എല്ലാ പ്രശ്നങ്ങളും തീരും. പ്രിയൻചേട്ടനെ പോലൊരു നല്ല മനുഷ്യൻ ഒരിക്കലും എന്നെ പോലൊരു പാപിയെ ഇഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. പ്രിയൻചേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ അർഹയല്ല. പ്രിയൻചേട്ടൻ എന്നോട് ക്ഷമിക്കണം. മീര, നീ നാളെ ജോലിക്ക് പോവല്ലേ? നീയും വേറെ പരിപാടികളൊന്നും എടുക്കരുത്. നാളെ അച്ഛനമ്മയും തിരിച്ചു പോവാ. പോകുന്നതിന് മുൻപ് പാർക്ക് വരെ ഒന്ന് പോവാന്ന് ഞാൻ പറഞ്ഞു. പാർക്കിലേക്കോ? ആ, നിങ്ങളും വരണം. കൊറേ നാളായില്ലേ നമ്മൾ ഒരുമിച്ചൊന്ന് കറങ്ങാൻ പോയിട്ട്. പ്രിയൻചേട്ടനും വരുന്നുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം നോക്കുന്ന? ഇവളെ കണ്ട നമ്മുടെ കൂടെ താമസിച്ചിരുന്ന പഴയ പാറുവിനെ പോലെയില്ലേ? ആ ചിരി ഉന്മേഷമൊക്കെ കാണുമ്പോ അവളെ പോലെ തന്നെയാ ഇവള്. ഓ, രണ്ടുപേരും എന്നെ കളിയാക്കാനുള്ള ഉദ്ദേശത്തിലാ അല്ലേ? കളിയാക്കാതെ എങ്ങനെയാ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നീ പെരുമാറിയിരുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാത്തതുകൊണ്ടാ. എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് നേരിടുന്ന നീ ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഞങ്ങള് കണ്ടത്. നീ എന്ത് കുഴപ്പത്തിലാ പെട്ടുകിടക്കുന്നെന്ന് അറിയാതെ ഞങ്ങള് വീർപ്പ് മുട്ടുകയായിരുന്നു. ഞാൻ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റാന്ന് എനിക്കറിയാം. എനിക്ക് എന്താ പ്രശ്നം ഉണ്ടാവുമ്പോഴും എന്റെ കൂടെ നിന്നവരാ നിങ്ങള്. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ചവരാ. ആ നിങ്ങളോട് ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. നാട്ടും മറുത്ത് ആരെ അറിയിക്കാതെ ഇങ്ങോട്ട് വന്ന എന്നെ ഒരു കൂട്ടുകാരിയായിട്ടല്ല, സഹോദരിയായിട്ടാ നിങ്ങൾ കണ്ടത്. അതിന് നിങ്ങളോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിർത്ത്. ഞങ്ങള് ചുമ്മാ തമാശക്ക് ഒരു പരാതി പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാ വീണ്ടും കരഞ്ഞു മൂട് കളയുന്നേ? ഇരുന്നേ, ഇരിക്കേ. നീ പണ്ടത്തെ പോലെ ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്നത് കാണാനാ ഞങ്ങൾക്കിഷ്ടം. കരയുമ്പോ നിന്റെ മുഖം കാണാൻ ഒരു ഭംഗിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നീ ധൈര്യം കൈവിടരുത്. ഇതൊന്നും നിരന്തരമല്ല, സാഹചര്യങ്ങളെല്ലാം മാറും. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും, നീ പേടിക്കണ്ട. ഇതുവരെ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ പോലല്ല ഇത്. ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല. എന്റെ മീതെ വരാൻ പോകുന്ന കളങ്കം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടും. എന്റെ കുടുംബത്തിന് നാണക്കേടുണ്ടാവും. എന്റെ ജീവൻ അവസാനിപ്പിക്കാല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ല.